നടിയാക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി എറണാകുളം സെഷൻസ് കോടതി. പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാനായില്ല. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 12ാം തീയതി ശിക്ഷയിൽ വാദം. 7, 9, 10 പ്രതികളെയും വെറുതെ വിട്ടു. എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയെന്ന് ദിലീപ്. മഞ്ജുവിന്റെ പേരെടുത്ത് വിമർശിച്ച ദിലീപ്, മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞപ്പോൾ മുതൽ തനിക്കെതിരെ നീക്കം തുടങ്ങി. യഥാർത്ഥ ഗൂഢാലോചന തന്റെ കരിയർ, ഇമേജ്, ജീവിതം ഇതൊക്കെ തകർക്കാനാണെന്നും ദിലീപ്. ജയിലിലുണ്ടായിരുന്ന ചില കൂട്ടുപ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ മെനഞ്ഞു. പോലീസിന് ഒത്താശ ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകർ വഴി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുവെന്നും ദിലീപ്. കോടതി പരിസരത്ത് ആരവങ്ങളോടെ മധുരം പങ്കുവച്ച ആരാധകർ. എറണാകുളം ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പ്രോസിക്യൂഷൻ. തുടർ നിയമ നടപടികൾ പരിശോധിക്കും. തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന അതിജീവിതയ്ക്കൊപ്പമെന്ന് ആവർത്തിച്ച് സർക്കാർ. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്കായി. 2ാം ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി. കരഞ്ഞു കാല് പിടിച്ചിട്ടും ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടായി. പേടി കാരണം എല്ലാം സഹിച്ചുവെന്നും വീട്ടിലെ സ്ഥിതി കൂടി കണക്കിലെടുത്ത് പുറത്തു പറയാൻ കഴിഞ്ഞില്ല എന്നും അതിജീവിത. 2ാമത്തെ ലൈംഗിക പീഡന കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി.